വാ വാ വന്നിരിക്ക്. ഇന്നലെ വരുന്നല്ലേ പറഞ്ഞിരുന്നേ? അതെ, ഒരു ദിവസം താമസിച്ചു പോയിട്ടാ. ശരി, കേറിയിരിക്ക്. അമ്മേ, കളിച്ചോട്ടെ? ഒന്ന് വെയില് താന്നോട്ടെ മോളെ. സാധനങ്ങളെല്ലാം എടുത്ത് വെച്ചോ? ഓ, സ്ഥലം മാറ്റം ഭയങ്കര ഒരു പ്രശ്നമാണ് കേട്ടോ. അതായത് സാധനം എവിടെയായിരിക്കും ഒരു പിടിയില്ല. എന്നാലും കൊറേ ഒപ്പിച്ചിട്ടുണ്ട്. അല്ല, എവിടെ എന്റെ ആങ്ങളാ? ആങ്ങളെയോ? ആ, കല്യാണിയുടെ ഹസ്ബൻഡിന്റെ പേര് എനിക്കറിയില്ല. പുള്ളി എന്നെ പെങ്ങളേന്ന് വിളിച്ചു, അതുകൊണ്ട് ഞാൻ ആങ്ങളാന്നങ്ങ് പറയണേ ഉള്ളൂ. ഓ, രഘുവേട്ടന്റെ കാര്യാണല്ലേ. ഷോപ്പിലാണ്. ഇപ്പൊ ആരും എടുത്തു കൊടുക്കാനില്ലാത്തോണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും നിർത്തിക്കൂടെ? നിർത്തിയന്റെ മേളം പറയാണ്ടിരിക്കണേ നല്ലത്. പോലീസില് പരാതി കൊടുത്തില്ലാന്നേ ഉള്ളൂ. ഇത് നല്ല ആളിനെ കിട്ടിയ എന്താ പ്രയാസം എന്നറിയോ? അതും ശരിയാണ്. മോളെ സ്കൂളിൽ ചേർക്കണ്ടേ? സ്കൂളില് ചേർക്കണ്ട. അതെന്തേ ചേർന്നാല്? അവിടെ പഠിക്കേണ്ടി വരും. അപ്പൊ പഠിക്കുന്ന ഇഷ്ടമല്ല? ആർക്കാ അത് ഇഷ്ടമുള്ളേ? അമ്പടിക്ക് ആള് കൊള്ളാലോ. ഈ മോളൊന്നും മിണ്ടില്ലേ? ഇവിടെ മിണ്ടും, പക്ഷെ പരിചയമായി വരണം. എന്റെ മൂത്താള് മഞ്ജു അങ്ങനെ തന്നെയാ. ഐഷു അങ്ങനെയല്ല, ഇളയ കുട്ടിയെ ആരുടെ അടുത്തും ചാടി കയറി അങ്ങോട്ട് സംസാരിക്കും. ആഹാ, ആൺകുട്ടിയുടെ സ്വഭാവമാണല്ലോ. അത് ശരിയാട്ടാ, ആൺകുട്ടി ഇല്ല എന്നുള്ള കുറവൊന്നും ഞങ്ങൾ അറിയണില്ല. കയ്യിലിരിപ്പ് മുഴുവൻ കുരുത്തക്കേടാണ്. കുട്ടിയോള് കുറച്ചൊക്കെ തന്റെ അടുത്തോളം വളരണതാ നല്ലത്. എന്നെ പോലെ ആവരുത്. അശ്വ മുഖം പാടിയില്ലോ. ഞാൻ എന്തെങ്കിലും കുടിക്കാൻ എടുക്കട്ടെ? ഒന്നും വേണ്ടാട്ടാ, മൂപ്പര് വരണേന് മുമ്പ് തിരിച്ചു ചെല്ലേണ്ടതാണ്. അതുകൊണ്ട് അത്ര നേരം കൂടി നമുക്ക് എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കാം. ആ പേര് ഞാൻ മറന്നു. അനന്യ, നീയാന്ന് വിളിക്കും. ആ, കറക്റ്റ്. കുട്ടിയാലേന? ഞാൻ ഐഷു. മഞ്ജു. എന്തായാലും ഈ വീട്ടിൽ ആദ്യമായിട്ട് വരണേല്ലേ, ചായ കുടിക്കാം. അല്ല, ചൂടായോണ്ട് ചായ വേണോ അതെന്തെങ്കിലും ജ്യൂസ് വേണോ? ജ്യൂസ്. മോൾക്ക് ഏത് ജ്യൂസാ വേണ്ടേ? പക്ഷെ വെളിയിൽ നിന്ന് വാങ്ങണ്ട, ഇവിടെ ഉള്ളത് മതി. ഏത് പറഞ്ഞാലും കൊടുക്കാൻ പാടില്ല, കടയാണേ ഉള്ളത്. ഓ, അത് ഞാൻ മറന്നുട്ടാ. കല്യാണി വർക്ക് ചെയ്യണില്ലേ? ഇല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം വർക്ക് ചെയ്യാൻ. കല്യാണിക്ക് തോന്നാറില്ലേ? അങ്ങനെ ചോദിച്ചാ ഇതുവരെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു തമാശ കേൾക്കണോ? സ്കൂളില് ടീച്ചർ എല്ലാരോടും ചോദിച്ചു ആരാവണമെന്ന്. ആകെ ഞാൻ മാത്രമാണ് ഹൗസ് വൈഫ് ആവണം എന്ന് പറഞ്ഞത്. അത് അടിപൊളി ആൻസർ ആയിരുന്നല്ലോ. ഞാനത് തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടാ. കല്യാണം കഴിഞ്ഞപ്പോ രഘുവേട്ടൻ ചോദിച്ചതാണ് കേട്ടാ, വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. എനിക്ക് ഇവരെയൊക്കെ വളർത്തി ജീവിക്കണേലാണ് താല്പര്യം. എന്നാലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അത് ശരിയാണ്, പക്ഷെ ഞാൻ എന്ത് ചോദിച്ചാലും പാവം വാങ്ങിത്തരും. അതുകൊണ്ടാവും എൻ്റെ കയ്യിൽ പൈസ വേണം എന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ചിലപ്പോ തുണിക്കടയിലൊക്കെ പോകുമ്പോ ഒരു സാരി എടുക്കാനാവും പോവാ, പക്ഷെ പുള്ളിയുടെ താല്പര്യം കൊണ്ട് അവസാനം 2 എടുക്കേണ്ടി വരും. ഒന്ന് എൻ്റെ ഇഷ്ടത്തിനുള്ളത്, മറ്റത് രഘുവേട്ടന് എനിക്ക് ചേരുമെന്ന് തോന്നിയിട്ട് എടുക്കുന്നത്. 2 പേർക്കും 2 ടേസ്റ്റാണേ. അതാണങ്ങനെ. കല്ലു ഭാഗ്യവതിയാണല്ലോ. നല്ല ഹാപ്പി ലൈഫല്ലേ. അങ്ങനെ സ്ഥിരമായിട്ട് ഹാപ്പി ആയിട്ട് ആരായി ലോകത്തുള്ളത്? നീയേ? ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും ഒരു നല്ല കാലവും വരും, ഒരു മോശം കാലം ഉണ്ടാവും. എനിക്കൊക്കെ ഈ ഒരു നല്ല കാലം ആർക്കറിയാതെ ഉണ്ടാവുമെന്ന്. എന്തേ? ഒന്നുമില്ല, ഞാൻ എന്നോട് തന്നെ പറഞ്ഞതാണ്. പക്ഷെ കുട്ടി ജ്യൂസ് കഴിച്ചിട്ട് കുറച്ചു നേരമായി. ഞാൻ എടുത്തിട്ട് വരാട്ടാ. ആന്റി, ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസാ വേണ്ടേ? അതിപ്പോ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണായിരിക്കും നല്ലത്. ഓറഞ്ച് ഇവിടെ ഇരിപ്പുണ്ട്, ആന്റി പിഴിഞ്ഞുണ്ടാക്കി തരാട്ടാ. എന്റെ വീട്ടിൽ ഒരു ജ്യൂസേ കാണൂ. മിണ്ടാതിരിക്കലേനാ. മക്കളെ, ഇനി നിങ്ങൾ എല്ലാരും കൂടി പോയി കളിച്ചോളൂ, വെയില് താന്നിട്ടുണ്ട്. വാ പോവാ. കളിപ്പാട്ടുണ്ടോ? ഉവ്വ്. കാറാണോ ഡോളാണോ? ഡോള്. എന്നാ നമുക്ക് അതും വെച്ച് കളിക്കാം. മോളില ഉള്ളത്. വാ, മോളി പോവാ. ഇതാ പെൺകുട്ടികളായാലുള്ള ഗുണം. വീട്ടിനകത്താണെങ്കിലും കളിച്ചോളും. ഒക്കെ ശരിയാ. എന്നാലും ചില നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു മോനൂടി വേണമെന്ന്. അച്ഛൻ അടിച്ചാല് തടയാനായിട്ട് ഒരു ആൺകുട്ടി തന്നെ വേണ്ടേ? അടിക്കേ? എനിക്ക് മനസ്സിലായില്ല. ഒന്നുമില്ല, ഞാനെന്തോ പൊട്ടത്തരം പറഞ്ഞു. ഒന്നുമില്ല. യാസുവിനെ പോലെ എനിക്ക് വേറൊരു നല്ല ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട് കേട്ടാ, നീയ. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, യാസുവിന്റെ ഹസ്ബൻഡ് വരണുണ്ട്, മുജീബിക്ക. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ടാക്കണ പോലെ ചിലരൊക്കെ ഉണ്ടാക്കും കേട്ടോ. കുഞ്ഞിക്കാട്ടുൻ മുടങ്ങാതെ കാണണം കേട്ടാ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കൂ.